ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഞായറാഴ്ചയായിരുന്നു കേട്ടോ പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെടി നടാനുള്ള കുണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കുഴിക്കുന്നുണ്ട്. 1-2 പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ വല്യമ്മയുടെ മോൻ്റെ കുട്ടിയുടെ 1ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് വേറെ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ എൻ്റെ അടിച്ചോരി തുടച്ചു. പിന്നെ പണിക്ക് അവർ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേജുവിനെ എണിപ്പിച്ചു. അങ്ങനെ അതേ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്, ചായ വെക്കുന്നുണ്ട്. പിന്നെ പണിക്ക് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ പിന്നെ അവർക്കുള്ള നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ കേട്ടോ. അങ്ങനെ അതേ ചായയുടെ വെള്ളം വെച്ച് അത് മാറ്റി റെഡിയാക്കി വെച്ചു. പിന്നെ വേഗം തേജുവിനെ എണ്ണയൊക്കെ തേച്ച് അവനതേ കുളിപ്പിക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെ എണിപ്പിച്ച് വേഗം എണ്ണയൊക്കെ പരട്ടി നന്നായിട്ട് അവൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് ഇപ്പോൾ കാറ്റുകാലല്ലേ, അതുകൊണ്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്, ഹെയറും അതെ. അതുകൊണ്ട് മേത്തും മുഖത്തും തലയിലും ആകെ മൊത്തം നന്നായി എണ്ണ തേച്ച് അവനൊന്നിങ്ങനെ എന്താ പറയുക, നമ്മൾ പൊരിക്കാൻ എണ്ണ തേച്ചെടുക്കില്ലേ അതേപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീഡിയോ എടുക്കുന്നത് വിൻഷേട്ടനാട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നിട്ട് ഭയങ്കര കമന്റ് അടിയാണ്. അതുകൊണ്ടാണ് ഞെന്റെയും തേജുവിന്റെയും മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ. പൈസ നോക്ക്, ജിമ്മൻ തേജുവിന്റെ പൈസ നോക്ക്. എവിടേക്ക് പോണോടാ? ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ 6 ഉച്ചാരണം വരില്ല. ബർത്ത്ഡേ പാർട്ടി അല്ല, ബർത്ത്ഡേ പാർട്ടി എന്നല്ലേ, ബർത്ത്ഡേ പാർട്ടി. പണിക്ക് വന്ന ചേട്ടന്മാർക്ക് നമ്മൾ പൊറാട്ടയും മുട്ടക്കറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളും അതേ ഓരോ പൊറാട്ട വെച്ച് ഞങ്ങളും കഴിക്കുകയായിട്ട് ചെയ്ത്. പിന്നെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചത്തേക്ക് എന്തായാലും ഫുഡ് അവിടെ നിന്ന് ആവുമല്ലോ, അവിടെ എന്തായാലും സദ്യ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ രാവിലെ ഞങ്ങൾ ഇത് കഴിച്ചു. പക്ഷെ എനിക്ക് രാവിലെ പൊറോട്ട കഴിക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. പക്ഷെ അവിടുത്തെ മുട്ടക്കറി അടിപൊളിയാട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ കൂട്ടി ഇങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ തീർത്തു കേട്ടോ. അതിന് പോകണം, കാരണം അമ്മയും അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ബസ്സിലാട്ടെ വരിക. അച്ഛൻ നെല്ലുവായം കണ്ടോ വണ്ടി വെച്ചിട്ട് അങ്ങനെ ബസ്സിൽ നേരെ കൂട്ടുപാത വന്നിറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലാവരും ബൈക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ നമ്മുടെ ജിഷ്ണുവേട്ടൻ്റെ കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷ്ണുവേട്ടൻ ഫ്രീ ആണ്, കാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് അപ്പോൾ അമ്മയും അച്ഛനും അവിടെ നിന്ന് ബസ് കയറിയിട്ട് കൂട്ടുപാത വന്നിറങ്ങി നിൽക്കാം, ഞങ്ങൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ജിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഒക്കെ പിന്നെ പെട്ടെന്ന് നടന്നു, പ്ലാനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും അച്ഛനും ഓൾറെഡി കൂട്ടുപാത എത്താറായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ചടപടയെ നടന്ന് പുറപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ നിൽക്കണത് ഞാൻ ജിഷ്ണുവേട്ടൻ്റെ വീടിൻ്റെ അവിടെ ആട്ടോ. വിൻഷേട്ടൻ കാർ എടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ ജിഷ്ണുവേട്ടൻ കുളിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആളെ കാത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കൊളാബിന് കിട്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഇടാട്ടോ. വേറെ വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പും കൂടി ഉണ്ട്. അപ്പൊ രണ്ടും കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ പറയാട്ടോക്ക് സത്യം പറഞ്ഞ പേജിന്റെ പേര് ഓർമ്മയില്ലേ, അതാണ്. അപ്പൊ ഞാൻ എന്തായാലും വേറെ വീഡിയോയിൽ കാണിക്കാട്ടോ ഏതാ പേജ്, എന്താ ഡീറ്റെയിൽസ് എന്നൊക്കെ. പിന്നെ അതേ ജിഷ്ണുവേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് അവിടെ കയറ്റി വെക്കും കേട്ടോ. ഇനി വണ്ടി ഇറക്കിയിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ പോണത് പട്ടാമ്പി കൊടുമുണ്ടയ്ക്ക് കേട്ടോ. എൻ്റെ വല്യമ്മയുടെ വീട് അവിടെയാണ്, കൊടുമുണ്ട. അതായത് എൻ്റെ അമ്മയുടെ വീട് പട്ടാമ്പിയാലോ, എൻ്റെ അമ്മ വീട് പട്ടാമ്പിയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നതും പട്ടാമ്പിയാണ്. വിൻഷേട്ടൻ്റെ വീടൊക്കെ ഇവിടെ തന്നെയാണ്, ഞങ്ങളൊക്കെ എല്ലാവരും വീട് ഇവിടെയാണ്. പക്ഷെ എൻ്റെ അമ്മേനെ മാരേജ് ചെയ്ത് കൊടുത്തേക്കുന്നത് മാത്രമാണ് തൃശ്ശൂർക്ക് കേട്ടോ. എൻ്റെ അമ്മ മാത്രമാണ് ഈ പാലക്കാട് പട്ടാമ്പി അങ്ങോട്ട് വിട്ടു പോയേക്കണ ആൾ അമ്മയാണ് കേട്ടോ. ബാക്കി വല്യമ്മമാരും മാമന്മാരും അങ്ങനെ എല്ലാവരും പട്ടാമ്പി ഇവിടെ ഉള്ളവരാണ്. പിന്നെ ഞാനും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തി. ഞാനും വിചാരിച്ചത് ഞങ്ങൾ തൃശ്ശൂർ ആ സൈഡിലേക്കൊക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞ് പോവാന്നാണ്. കറങ്ങി തിരിഞ്ഞ് ഞങ്ങളും പട്ടാമ്പിക്ക് തന്നെയായിട്ട് എത്തിയേക്കണത്. അപ്പൊ അച്ഛനും അമ്മയും ഇന്റെ കൂട്ടുപാത ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളെ കാത്തിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി. അച്ഛനും അമ്മേനെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി വലിയമ്മയോടൊക്കെ ആയിട്ട് പോണത്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എനിക്ക് അറിയില്ല. എൻ്റെ അമ്മയുടെ വീടാണ് പട്ടാമ്പി കേട്ടോ. എപ്പോഴും കുറെ പേര് ചോദിക്കാറുണ്ട്, ഞാൻ അമ്മ വീട്, ഞങ്ങളുടെ വീട്, അച്ഛൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ പട്ടാമ്പി തൃശ്ശൂർ ഇങ്ങനെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണത്. അതായത് എൻ്റെ അമ്മയുടെ വീട് പട്ടാമ്പിയാണ്, അച്ഛനാണ് തൃശ്ശൂരുള്ളത്. എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ച് കൊടുത്തേക്കുന്നതാണ് അച്ഛന്, അവിടെയാണ് തൃശ്ശൂർ കേട്ടോ. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ് കേട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ സാരി മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാരിയുടെ കേട്ടോ. ആ സാരി അമ്മ കൈക്കലാക്കിയിരിക്കണു. അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തൃശ്ശൂരാണ്. അമ്മ വീട്ടിലേക്ക് പട്ടാമ്പിക്ക് വരുന്നു മാത്രം. അങ്ങനെ ഇത് ചെന്ന് നോക്കിയപ്പോൾ ഇരിക്കണം ഇവിടെ അമ്മമ്മ താടിക്കും കൈയും കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മ പിന്നെ എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ ഇതെൻ്റെ വല്യമ്മ കേട്ടോ, എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്, ഇത് മൂത്ത ചേച്ചിയാണ് അത്.
രണ്ടാമത്തെ ചേച്ചിയുടെ മോൻ്റെ കുട്ടിയുടെ പിറന്നാളിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അമ്മമ്മ വീഡിയോ എടുക്കണം കണ്ടിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ അമ്മമ്മ എക്സ്പ്രഷനൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്നായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി കേട്ടോ, ഇതാണ് എൻ്റെ വല്യമ്മയുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊന്നും ഇങ്ങനെ നമ്മുടെ റിലേഷനും നമ്മുടെ ബന്ധക്കാരനും കുറേ പേർക്ക് അറിയണ്ടായിരിക്കില്ല, കാരണം നമ്മൾ അങ്ങനെ വീഡിയോയിൽ ആരെയും കൊടുത്തിട്ടോ കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിൻചേട്ടൻ തേജു അങ്ങനെയുള്ള വീഡിയോസെല്ലാം കൂടുതൽ ചെയ്യാറ്. പിന്നെ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പിറന്നാൾ കുട്ടി. പിന്നെ ഇത് എൻ്റെ മൂത്ത വല്യമ്മാട്ട, എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചി, അതായത് നമ്മുടെ അമ്മമ്മയ്ക്ക് ഉണ്ടല്ലോ, അമ്മമ്മയ്ക്ക് 7 മക്കളായിട്ടുള്ളത്. അതിലൊരാൾ മരിച്ചു കേട്ടോ, ചെറുതിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെ കുറേ പേരുണ്ട് പരിചയപ്പെടുത്താനും കാണിക്കാനാണെങ്കിൽ. അപ്പോൾ കുറേ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ചേട്ടൻ, എൻ്റെ വല്യമ്മയുടെ മോനാണ് സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്നത്. പിന്നെ ഇതാണ് വല്യമ്മ, ഇതാണ് രണ്ടാമത്തെ വല്യമ്മ, ഗീത വല്യമ്മ കേട്ടോ. വല്യമ്മയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് വല്യമ്മയുടെ മോളുടെ കുട്ടിയാണ് ഈ ജിഗിട്. പിന്നെ ഇത് അമ്മമ്മേനെ കൂട്ടിയിട്ടാട്ടെ വല്യമ്മ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോണത് വരെ. അപ്പം അമ്മമ്മേനൊക്കെ വെച്ച് കയറ്റുന്നുണ്ട്. പിന്നെ അവരുടെ ഫാമിലി സ്റ്റേജിൽ കയറുമ്പോൾ കാണാൻ നിങ്ങൾക്ക് അവരുടെ ഫാമിലിയാണ് അത്, വല്യമ്മയും വല്യച്ഛനും അവരുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫാമിലി. ഇതിൽ വല്യമ്മയുടെ മോൻ്റെ വൈഫിൻ്റെ ഫാമിലിയും അവരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, കാരണം അത്യാവശ്യം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ഫംഗ്ഷന് കൂടുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ചടപ്പാട്ടാണ്. ഞാൻ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ അവരെന്നെ കാണിച്ചാൽ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പരമാവധി പുറത്തുനിന്ന് വീഡിയോ എടുക്കാറില്ല. കുറേ പേർക്ക് താല്പര്യം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചോദിച്ചു ഇങ്ങോട്ട് വീഡിയോ എടുക്കട്ടെ അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ പരമാവധി നമ്മുടെ വീഡിയോസിന് എടുക്കാറുള്ളൂ കേട്ടോ. ഞാനങ്ങനെ കുറേ വീഡിയോസൊന്നും പുറത്തേക്ക് പോകണത് ഒരു ഫംഗ്ഷന് പോകുന്നത് ഞാൻ ഓവറായിട്ട് എടുക്കാറില്ല. ചിലത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും അമ്മ ഇതേ ഉണ്ണിക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തുട്ടോ. ഞാനും അമ്മ ഒരു റിംഗ് ആട്ടോ ഉണ്ണിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയുടെ ഗിഫ്റ്റും ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഉണ്ണിക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ നമുക്ക് വന്നപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുറേ പേരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല വല്യമ്മ ഞാനും അതായത് വല്യമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഞാനെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല കേട്ടോ. കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെ വീഡിയോയിൽ ആരെയും കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അതായത് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ വല്യമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. എൻ്റെ അമ്മയും ഈ വല്യമ്മയും ഒരേപോലെ, മാലതി വല്യമ്മ എൻ്റെ അമ്മയും ഏകദേശം കാണാൻ ഒരുപോലെ കേട്ടോ. പക്ഷെ ഗീത വല്യമ്മ കുറച്ച് വേറെ ടൈപ്പാണ്, വേറെ മുഖച്ചായിയാണ് എന്നിട്ടാ. പിന്നെ വലിച്ചന്മാരും എല്ലാവരും ഉണ്ട്. ഈ വല്യമ്മയുടെ വീട് പള്ളത്താട്ടാ. വല്യമ്മ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്, പക്ഷെ പട്ടാമ്പിയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. പക്ഷെ പട്ടാമ്പിയിൽ നിന്ന്, അതായത് നമ്മുടെ ഇവിടുന്ന് ദൂരം കൂടുതൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. തൃശ്ശൂർക്ക് പുതിരുത്തിക്കാണ് കുറച്ച് ദൂരം തോന്നിയേക്കണത്. ബാക്കി 2 വല്യമ്മമാരുടെ വീട്ടിലേക്കും കുറച്ച് ദൂരം കുറവ് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പോകുമ്പോഴൊക്കെ. എന്താ ചെയ്യാ, ഈയല്ലേ ഷുഗർ കട്ടുള്ള തേജു എന്തിനു മിഠായി കഴിക്കണേ? പിന്നെ ഏകദേശം ഒരു സമയമായപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ട് ഇതേ ഉണ്ണിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കൊളത്തി ചോറ് കൊടുക്കില്ലേ, അതിനാണ്. അപ്പം അച്ഛനും അമ്മയും ഇതേ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ വൈഫ് കേട്ടോ, എൻ്റെ വല്യമ്മയുടെ മോൻ്റെ വൈഫും വല്യമ്മയുടെ മോനും ആട്ടിന് ഇരിക്കുക. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് ഇതേ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഇതായിരിക്കണം ഇവിടെ തേജപ്പ നല്ല വർത്താനം, ഭയങ്കര കത്തിയടി കേട്ടോ. തേജനോട് എത്തിയപ്പോഴേക്ക് ഇത് പുതിയ കമ്പനിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തേജോനെ എല്ലാവരും ആയിട്ട് കമ്പനി ആവണ ആളല്ല പെട്ടെന്ന്, പക്ഷെ ഇവനെ നല്ല ഇഷ്ടമായിക്കണു. പിന്നെ നമ്മുടെ വിൻചേട്ടന് എവിടെ ചെന്നാലും എവിടെ വിളമ്പലുണ്ടോ അവിടെ വിൻചേട്ടൻ പോയിട്ട് വിളമ്പാതെ നിൽക്കും. അത് വിൻചേട്ടൻ്റെ ഒരു ശൈലിയാണ്. അത് ഇന്ന ആൾ എവിടെ ഒന്നുമില്ല, വിളമ്പണ് കണ്ട വിൻചേട്ടൻ വിളമ്പാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അച്ഛൻ തേജുൻ്റെയും ഉണ്ണിയുടെ അപ്പുറത്ത് പോയിരുന്നു കേട്ടോ. ഇനി ഫുഡ് ചിലപ്പോൾ തേജു പതുക്കെ അവിടെ നിന്ന് എനിക്ക് വരുകൊണ്ട് അച്ഛൻ കൺട്രോൾ ചെയ്യാൻ പോയിരുന്നിട്ടുണ്ട്. പിന്നെ അച്ഛനുള്ളപ്പോൾ പിന്നെ തേജുവിൻ്റെ കാര്യക്ക് വല്ലാണ്ട് അങ്ങോട്ട് നോക്കണം
നോക്കിയിട്ട് വരാറില്ല, അത് അച്ഛൻ നോക്കിക്കോളും. അപ്പം നേരെ ഇപ്പുറത്തെ ഞാനും ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ വിൻചേട്ടൻ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ, കൈയോടെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരം ഉണ്ണിയുള്ള കൂടെ കളിക്കേണ്ടത്. ഉണ്ണി ഏതാന്ന് വെച്ചാൽ ചേട്ടൻ്റെ വൈഫ് എന്ന് പറഞ്ഞില്ലേ, ആ വൈഫിൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ, സിദ്ധാർത്ഥ് എന്ന് അവൻ്റെ പേര്. നമ്മൾ ചോദിച്ചു കേട്ടോ അവൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് എന്നൊക്കെ പേര് പറഞ്ഞപ്പോഴേ, അതായത് എൻ്റെ മാമൻ്റെ പേര് സിദ്ധാർത്ഥ് എന്ന്. അപ്പം ഞങ്ങൾ വലിയ ആൾക്കാർക്കല്ല പേര് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടൊരു സിദ്ധാർത്ഥ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാനെ പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അത് അമ്മമ്മ ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകാൻ നിൽക്കണ നേരത്താണ് അമ്മമ്മ കഴിച്ചിരിക്കുന്നത്. അപ്പം അമ്മമ്മയും വല്യമ്മയും അമ്മായിയും അമ്മായിയുടെ മോളെല്ലാവരും ഉണ്ട് കേട്ടോ വരിയിലൊക്കെ. അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ വേഗം പോകണമെന്ന് വെച്ചാൽ ആര്യ ഉണ്ടല്ലോ അവിടെ, ആര്യ ഒറ്റയ്ക്കല്ല. അപ്പം അമ്മ ആര്യയുടെ അടുത്ത് മാളൂനാക്കിയിട്ടൊക്കെ തോന്നുന്നു പോന്നേക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഛർദി ഉണ്ട്, അവൾക്ക് ഓൾറെഡി വൊമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് തല ചുറ്റ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അവൾക്ക് ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അവൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പെട്ടെന്ന് പോരാനും പറ്റില്ല. അതുകൊണ്ട് മാളൂന് ആര്യനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ പോകാൻ നോക്കാട്ടോ. അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. അപ്പം എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത് കേട്ടോ. അപ്പം വെല്ലിച്ചനും വെല്ലിച്ചൻ, അതായത് എൻ്റെ മൂത്ത വലിയ വല്യമ്മയുടെ വെല്ലിച്ചനാട്ടത്. പിന്നെ ഉണ്ണിയോളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഞങ്ങളുടെ ചുറ്റോരം കിടന്ന് ഓടുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ കണ്ടു. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും വീഡിയോസ് കാണുന്നവരെ അങ്ങനെയുള്ളവരെ കാണാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഫീല് വേറെ കേട്ടാ. അല്ലാണ്ട് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ആരിക്കുള്ളതാട്ടോ പായസം അങ്ങനെ എന്തൊക്കെയോ വലിയമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലുള്ള കവർ ഇട്ടാ. പിന്നെ ഇതേ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് കിട്ടണില്ലേ, നമുക്ക് കുറച്ച് പേരെ മാത്രമേ കിട്ടണുള്ളൂ. പിന്നെ ഒരാൾ വന്ന് ഒരാൾ പോവും, അങ്ങനെയാണ്. ഞാൻ എന്താ വെച്ചാൽ കുറച്ച് പേരെ അങ്ങനെ കാണിക്കാലോ എന്ന് വെച്ചാൽ വല്യമ്മയ്ക്കും കുറേ പേർക്ക് അറിയണില്ല. കുറേ പേര് ഇങ്ങനെ പറയുമ്പോഴൊക്കെയാണ് വല്യമ്മ വന്ന് ഇങ്ങനെ പറയാണ്, ഇത് അവരിങ്ങനെ ചോദിക്കും, നിങ്ങളുടെ സ്വന്തം ചേച്ചിയുടെ മോളാണോ, സ്വന്തം അനിയത്തിയുടെ മോളാണോ എന്നൊക്കെ എത്ര ചോദിക്കണത്. അപ്പോൾ പിന്നെ നമ്മളത് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ വല്യമ്മമാരേനെ വിളിച്ചമാരേനെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോയോ ഫോട്ടോയൊക്കെ എടുക്കാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് നിൽക്കുന്നത്. കാണിക്കാനാണെങ്കിൽ ഇനിയും കുറേ പേരുണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലിയും കുറേ വലിയ ഫാമിലി തന്നെയാണ് കേട്ടോ. അതായത് പണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇപ്പോഴത്തെ പോലെ 1-2 മക്കളൊന്നും അല്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആയാലും അച്ഛമ്മയ്ക്ക് 4 മക്കളാണ്, ഇവിടെ അമ്മമ്മയ്ക്ക് 7 മക്കളാണ് കേട്ടോ. എന്നാലും ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ 1-2 ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമ്മളവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാൻ നോക്കാം കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന സമയത്തും അതായിട്ട് അവിടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വേറെ ആൾക്കാർ വന്നു. അതായത് ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നിൽക്കണത്. അപ്പം ഈ ചേച്ചി വെല്ലുമ്മയുടെ വീടിൻ്റെ നേരെ മുമ്പിലുള്ളതാട്ടോ. അപ്പം എനിക്കറിയാം, ഞാൻ വെല്ലുമ്മയോടൊക്കെ നിൽക്കാൻ വരുമ്പോൾ ഇവിടുത്തെ മക്കളൊക്കെ ഉണ്ടാവില്ല, അവരുടെ കൂടെയൊക്കെ കളിച്ചിടുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒപ്പം കളിച്ച് വളർന്നവരേനൊക്കെ കണ്ടു. വെക്കേഷനൊക്കെ ആയി ഞാനും ഇവിടെയൊക്കെ വന്ന് നിൽക്കാറുണ്ട് വെല്ലുമ്മയുടെ അടുത്തിട്ട്. അപ്പോൾ വെല്ലുമ്മ അംഗനവാടിയിലാണ് കേട്ടോ. അംഗനവാടിയിലായതുകൊണ്ട് കുട്ടികളായിട്ടും വെല്ലുമ്മയ്ക്ക് നല്ല കമ്പനി ഉണ്ടോണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് നല്ല നേരം പോകും. ഇവിടെ അടുത്തൊക്കെ പിള്ളേരുണ്ട്. അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ പോകുന്നു കേട്ടോ. പോകുന്നപ്പോൾ ഈ പോണ ബസ് ഉണ്ടല്ലോ, ഈ ബസ്സിൽ വേണം അച്ഛനും അമ്മയ്ക്ക് പോകണമെങ്കിൽ. അപ്പം ഞങ്ങൾ വേഗം ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് വരാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കാനാണ് ഇങ്ങനെ വേഗം പോകണത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കൂട്ടുപാത കേട്ടോ, അതായത് അച്ഛനും അമ്മയും ഇറങ്ങിയില്ലേ, അവിടെ തന്നെ എത്തി. വലിയ അമ്മേനെയും അച്ഛനൊക്കെ അവിടെ ഇറക്കിയിട്ട് ഇനി അവർ ആ ബസ്സിൽ പോവും. അവരിനി നേരെ ഇടയ്ക്ക് നെല്ലുവായി ഇറങ്ങിയിട്ട് നെല്ലുവായിന്ന് ബൈക്ക് എടുത്തിട്ട് പോവാട്ടെ. ചേച്ചൻ നെല്ലുവായി ബൈക്ക് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദൂരം ഉണ്ട് വീട്ടിൽ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ദൂരക്കുറവ്. നമുക്കിങ്ങനെ പോയിട്ടേ വീട്ടിലേക്ക് കുറച്ചല്ലുള്ളൂ തോന്നും. പക്ഷെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ പറയും അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അങ്ങനെ അവർ വടക്കാഞ്ചേരി ബസ്, തൃശ്ശൂർ ബസ്സോ ഏതോ ബസ്സിലോ കയറിയിട്ട് അങ്ങനെ പോവാട്ടെ ചെയ്യണത്. ഞങ്ങൾക്കിനി വണ്ടി നമ്മുടെ ജിഷ്ണാറിൻ്റെ വീട്ടിൽ വണ്ടി കൊണ്ടിട്ടിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് പോകണം കേട്ടാ. അതൊരു ഭയങ്കര ആശ്വാസമാട്ടെ. ഏത് സമയത്ത് നമുക്കൊരു കാറിൻ്റെ ആവശ്യം വന്നാൽ ചോദിച്ചാൽ തരാനായിട്ട് വിൻചാറിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് കേട്ടോ. ജിഷ്ണേട്ടന് മാത്രമല്ല വേറെ 1-2 പേരുണ്ട്, കുട്ടേട്ടനായിക്കോട്ടെ, അവരൊക്കെ ചോദിച്ചാൽ നമുക്ക് വേഗം വണ്ടി തരും കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേ നമ്മുടെ രേഖ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. രേഖ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേഖ ചേച്ചിയുടെ അടുത്തും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ പോകാൻ നോക്കണം. അതിന് മുന്നേ നമ്മുടെ തേജപ്പനും അവിടെ വന്നു കഴിഞ്ഞാൽ ജിഷ്ണേട്ടൻ്റെ വീട്ടിൽ ഹസ്കീനെ കാണണം. അപ്പോൾ അതേ കുറച്ച് നേരം ഹസ്കീനെ നോക്കിയിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അവന് അങ്ങനത്തെ ഹസ്കീനെ വാങ്ങണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയണത്. പക്ഷെ അവനുള്ള ധൈര്യം ഇല്ല, എനിക്കും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ പെറ്റ്സിനെ ഞങ്ങൾക്ക് പറ്റില്ല, എനിക്ക് പേടിയാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ റിസ്ക് എടുക്കാറില്ല. അങ്ങനെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട്, വീട്ടിലേക്ക് പിന്നെ വേഗം പോകണത് എന്താണെന്ന് വെച്ചാൽ അവിടെ പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവരിങ്ങനെ കുഴിയൊക്കെ നടാനുള്ള കുഴിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയേക്ക് കടന്നു കേട്ടോ. ഞാനിത്
ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നല്ല, എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോഴല്ല അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടെ ഞാൻ പണിയുടെ കാര്യങ്ങളൊന്നും ഓവറായിട്ട് കാണിക്കാത്ത. വീട്ടിലെത്തിയിട്ടാ ഞങ്ങള്. അപ്പൊ അമ്മയും അച്ഛനൊക്കെ ബസ്സിൽ അവരിപ്പോ വേണമെങ്കിൽ നെല്ലുവാഴ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ ജിഷ്ണുവാടിനോട് നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ നമ്മുടെ വീടിന്റെ ഇവിടുന്ന് കഴിഞ്ഞു, നമ്മുടെ വീടിന്റെ തീരെ പോവാട്ടെ ബസ്. അപ്പോൾ കറവത്തൂര് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീടെത്താറായിട്ടുണ്ടാവും. ഞാൻ വന്നിട്ട് ഇത് നല്ല ഉറക്കം വരുന്നുണ്ട്. സംഭവം ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ എവിടെയെങ്കിലും പോയി വന്നാൽ തീരെ വയ്യ, എന്താ വെച്ചാൽ അറിയില്ല കേട്ടോ. അപ്പോൾ വിൻഷാട്ടിനും തേജൊക്കെ അവിടെ ഇരുന്ന് TV കണ്ടു. പിന്നെ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇനി എനിക്കുമ്പോൾ കാണാട്ടോ. നല്ല ക്ഷീണം. അങ്ങനെ ഒന്നുറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഞാൻ കാണണത് തേജും മിനിഷേട്ടനും കൂടിയിട്ട് ഇവിടെ ഭയങ്കര കളിയാട്ടോ, പാമ്പും കോണി. ഞാൻ എനിക്കിടെ തന്നെ ഇവരുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കേട്ടിട്ടാണ്. തേജുവിന് പിന്നെ തോറ്റ സഹിക്കില്ല, തോറ്റ തേജു കരച്ചിൽ ഉറപ്പാണ് എനിക്കറിയാം. ആ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തുനിന്ന് എനിട്ടിട്ട് വന്ന് നോക്കിയത്. പിന്നെ വീണ്ടും കളി. കാലം ജെട്ടികൾ തേജുവിന്റെ ജെട്ടിക്ക് നല്ല ഫാൻസ് ഉണ്ട്. തേജു അതറിയോ നമുക്ക്? തേജുവാ അതിന്റെ ജെട്ടിക്കൊക്കെ നല്ല ഫാൻസാ. കാവാലം ജെട്ടികൾ തേജപ്പൻ ഉറങ്ങാൻ ചേട്ടൻ കളിച്ചിട്ട് ടോക്കറായില്ലേ? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാട്ടരുത് എന്നിട്ടോ. അപ്പൊ കുറെ പേര് ലവ് സ്റ്റോറി ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, നല്ലൊരു ഗ്യാപ്പ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പൊ കുറച്ച് പേർക്ക് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് എന്റെ വീട്, എന്റെ അച്ഛന്റെ വീട് കേട്ടോ തൃശ്ശൂരാണ്. വിൻഷേട്ടന്റെ വീടാണ് പാലക്കാട് പട്ടാമ്പി. എന്റെ അമ്മയുടെ വീടും പാലക്കാട് പട്ടാമ്പി. വിൻഷേട്ടന്റെ വീടിന്റെ അവിടെയൊക്കെ തന്നെയാണ് എന്റെ അമ്മയുടെ വീട് കേട്ടോ. ഇങ്ങനെയല്ല 1 2 3 4 5 6 അപ്പോഴും മാമനെ വരല്ലേ. 1 2 3 4 5 6 അപ്പൊ ഇവിടെ വരെ പിള്ളതും പോയില്ലേ. അങ്ങനെ ഞാൻ വന്നിരുന്നിട്ടും കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ കളിയിലും തേജ് തോറ്റു, അതിന്റെ കരച്ചിലാണ്. പിന്നെ കോംപ്രമൈസ് ആക്കാൻ ഞാൻ കുട്ടീനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കളിക്കുക, അപ്പൊ നമ്മൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചിരുത്തുന്നുണ്ട്. ആ കളിയിലും തോക്കും. സത്യം പറഞ്ഞാൽ കണ്ടോക്കിട്ട് അവന്റെ കളി എങ്ങനെയാണ് എന്നൊക്കെ കണ്ടോക്ക്. അവന്റെ ഒപ്പം കളി കാണാറുണ്ട്, നമ്മൾ ചിരിച്ചു ചാവൂട്ടാ. എവിടെ എത്തിയേ? എങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഇവിടെ എത്തിയോ? തോറ്റമ്പിയേ. അഞ്ച് തേജു 5 ഇട്ട് തേജുവോ? തേജുട് വേട് ഇതെടാ പേരാ പോട്ടാ. ഇവിടെ നല്ല എണ്ണി 1 2 3 3 വന്ന് 5 വന്ന് അവന് 6 ആയിരുന്നു. ഇട് വേഗം അടുത്തിട്. 6 ആ ശരി. ഇതില് ബ്ലൂ തേജു, ഗ്രീൻ വിൻഷാട്ട് കേട്ടോ. വീണ്ടും 5 ആ 5 5 1 2 3 4 5 ഇതോ 1 2 3 4 വേട് വാശിയേറിയ പോരാട്ടം. 5 5 5 1 2 3 4 5 വാശിയേറിയ പോരാട്ടം. തേജു 45 ആ 1 2 3 4 4 ഉള്ളൂ 5 1 2 3 4 5 2 അങ്ങടെ പോവാ. ആ അങ്ങടന്നെ ആ 49. നീ ഏതിലായിരുന്നു? ആ 2 ആ 50ലേക്ക്. നോക്ക് ഒന്ന് തണ്ട് നോക്ക്. 1 2 3 4 5 6 ആ 1 2 3 4 5 6 അടിക്ക് പോയി. സന്തോഷായി. ആ ഇവിടെ ആ 1 എത്ര വന്ന്? 3 ആ ഇവിടെ ഇരുന്നിരുന്ന് 1 2 3 1 2 3 4 4 4 1 2 3
ഈ അടി പോയി ഇല്ലല്ല ശരി തേജിനെ പാമ്പൂത്തി കേറി വരണം. 4 ഇങ്ങോട്ട് അതൊക്കെ പറയാറില്ലേ ഉണ്ണി ഇവിടെ 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 1 2 3 4 5 1 1 2 3 4 അടി പോയോ നീയേ 4 1 2 3 4 ഇവിടെ ഉണ്ടാവും. ഇട് അതാടെ വെക്കേ 4 വേഗം വേഗം വെക്കേ. ഇവിടെ 4 വന്നൂടാ എന്താ കാട്ടണ്? 1 2 3 4 സ്റ്റേജ് ഇപ്പൊ വീണ്ടും ഇവിടെ എത്തിട്ടോ. 1 2 അതായത് 3 ഇതിലെത്തിയതായിരുന്നു ഇങ്ങനെ എത്തിയതായിരുന്നു ഇവിടുന്ന് ഇങ്ങടെ എത്തിയിട്ടുണ്ട്. കൂട്ടില്ല മറിഞ്ഞുപോയി. 6 1 2 3 4 5 6 അച്ഛടില്ല ചെറുതായിട്ട് 5 എറിഞ്ഞു 1 2 3 4 5 എറി 1 2 3 4 5 6. ഓക്കെ വീണ്ടും ഇങ്ങനെ വരണ്ടേ? 1 2 3 ഇട് 4 ഇങ്ങട് 1 2 3 4. ഒന്നാവില്ലേ? 5 നന്നായി ഇങ്ങനെ എറിഞ്ഞ 3 4 5 അച്ഛനെ പാമ്പ് കടിച്ചു. അപ്പൊ കുഴപ്പമില്ല അല്ലേ? നെയ്യും 4 1 2 3 4 നേരത്തെ പോലെ തന്നെ. ഇട്ട് തേജിട്ട് വേഗം ഇട്. അച്ഛ എണി കയറി വന്നു കേട്ടോ. 4 1 2 3 4 ഇവിടെ ഇവിടെ. ഞാൻ ഇവിടെ വരിക. നീ ഇവിടെ ഇരുന്നായിരുന്നു. 1 2 3 4 ഇവിടെ അല്ലടാ. 5 1 2 3 4 5 ഇട് തേജിട്. ഇനി ഒന്നും വിടരുത് കേട്ടോ. അയ്യോ അച്ഛന് രണ്ടാണ്. 4 1 2 3 4 നിന്റേതാ? ആ തന്നെയല്ലേ. നീ ഇവിടെ ഇരുന്നായിരുന്നു. അല്ല ഇവിടെ ഇരുന്നായിരുന്നു. 1 2 3 4 രണ്ടാളൊന്നില്ലപ്പോ. വാശിയേറിയ പോരാട്ടം. എത്രയാ? വാശിയേറിയ പോരാട്ടം. 2 2 വെച്ചോ വെക്കേ. പാമ്പ് കടിച്ചു. കള്ളക്കളില്ല. പാമ്പ് കടിച്ചു. ഇവിടെ ഇരുന്നായിരുന്നു. 1 2 പൊക്കോ. ഡി പൊക്കോ. പാമ്പ് കടിച്ചു. ഇനി കളിച്ചു വായോ. ഞാൻ കളിച്ചോണ്ട് രണ്ടുപേരും കളിക്കും. വേണേ കളിച്ചോ. അച്ഛൻ നേരത്തെ അങ്ങനെ പോയത് തന്നെയാ. ഇനി കളിച്ചു കേറി വായോ. എന്താ അതിന്റെ പെറുക്കത്തരം നോക്കി. നാട് വയ്ക്കി. ഇനി കളിച്ചു വായോ. ഈ ഏണിയൊക്കെ കിട്ടിയ സുഖമായിട്ട് ഇങ്ങോട്ട് പോരാൻ കേറിയിട്ട് കണ്ടോ. ഈ ഏണിയൊക്കെ കിട്ടിയ ഒറ്റയടിക്ക് ഇവിടെ എത്താം. വിൻചേട്ടൻ ജയിച്ചു കേട്ടോ. കണ്ടോ വിൻചേട്ടൻ 100 ഇവിടെ എത്തി. തേജ് തല്ലൂടി കിടക്കണു. തേജ് തല്ലൂടി ഇപ്പൊ ഇനി ലുഡോ കളിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു കളിയിൽ തോറ്റപ്പ അടുത്ത കളി എടുത്തു. കളി ജയിച്ച മിണ്ടാണ്ട് പോയാൽ മതി. ഇത് ഇങ്ങനെ എന്താ പറയാ മുട്ടു കുത്തിയിട്ട് അതിനിങ്ങനെ ദേഷ്യം കയറ്റില്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവമാട്ട വിൻചാട്ടിന്റെ തേജുവിന്റെ അടുത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പൊറാട്ട കുറച്ച് ഒരെണ്ണാടായിട്ട് ബാക്കി ഇരുന്നിടുന്നു കേട്ടോ. അപ്പൊ തേജുവിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മുറിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഇങ്ങനെ പിച്ച് ചീന്തി ഇട്ട് കൊടുക്കില്ല, എന്നാലും അവൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുത്തപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് ഒരു ശമനം കിട്ടി, അല്ലെങ്കിൽ വീണ്ടും വിൻചാട്ട് ഇത് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കൂലോ. അങ്ങനെ തല്ലുകൂടിയിട്ട് അങ്ങനെ അവർ രണ്ടാളും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ബീൻ ബാഗിൽ ഇങ്ങനെ കിടന്നു. പിന്നെ വൈകി
വൈകിട്ടാട്ടോ. വൈകിട്ടായപ്പം ഞങ്ങളിത് ഉമ്മർത്ത് വന്നിരിക്കട്ടോ. ഉമ്മർത്ത് വിൻഷേട്ടൻ വന്നിട്ട് നല്ല ഉറക്കം. ഇവിടെ കിടന്നിട്ട് ഉറങ്ങി. ഈ ചവിട്ടിയുടെ അവിടെ കിടന്നിട്ടുണ്ടല്ലോ, നല്ല ഉറക്കാടന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ തേജപ്പനാണെങ്കിൽ അപ്പുറത്ത് പിള്ളേരുടെ കൂടെ കളിക്കാട്ടോ. അതിന്റെ ഇടയിൽ അവരുടെ കൂടെ അവൻ കടയ്ക്ക് ഇതേ കാറിൽ പോകണ്ടിട്ടോ. അത് വന്ന് പറഞ്ഞിട്ടാ പോയത്. അപ്പൊ പിന്നെ ഞാനും ഉമ്മർത്തിരുന്നേ. ഇപ്പൊ നല്ല കാറ്റുള്ള ടൈമല്ലേ, അതുകൊണ്ട് തന്നെ ഉമ്മർത്തിരിക്കാൻ നല്ല രസാട്ടാ. നല്ല കാറ്റുണ്ടായിരിക്കും. പിന്നെ തേജു ഇതേ അവരുടെ കൂടെ കടയിൽ പോയി വന്നിട്ട് ഇനിയിപ്പോ വിൻഷേട്ടൻ കള്ളക്കളി തേജു അടുത്ത കളിയിലേക്ക് കടന്നിരിക്കുന്നു. അയ്യോ, കള്ളക്കളി തേജു അടുത്ത കളിയിലേക്ക് കടന്നിരിക്കുന്നു ഗൈസ്. അതിനെ പറഞ്ഞേ, ഔട്ടായ ഒരു കരച്ചിലുണ്ടല്ലോ. കള്ളക്കളി തേജു അടുത്ത കളിയിലേക്ക് കടന്നിരിക്കുന്നു. ഇത് കള്ളക്കളി പഠിപ്പിക്കൽ നേതാവ് വിനീഷ് പി. ഷടി ഇരിക്കണത് എന്താണെന്നറിയോ? ഈ ഉമ്മർത്ത് കിടന്നിട്ട് നല്ലൊരു ഉറക്കുറങ്ങി. മപ്പ് പിടിച്ചു. ആ ഉറക്കത്തിൽ വിൻഷാന്റെ കിളികൾ പോയി കരയുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. കീ 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 കേട്ടാ. അത് വിൻഷാട്ടിന്റെ ഉറങ്ങിയിട്ടുള്ള കിളികൾ പോയിട്ടുള്ള കരച്ചിലാണ്. ഇപ്പോഴും വന്നിട്ടില്ല ബോധം. ഓക്കെയാ? ഓക്കെയാണോ? 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 ബോളോ ദൈവമേ, അടിക്കറിയാത്തവൻ്റെ കൂടെ നിൽക്കണ്. ഓക്കെയാണോ? 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 ഞാൻ മേലെഴുകാൻ പോവാണ് കേട്ടോ. മുഖമൊക്കെ ഒന്ന് നന്നായി എന്റെ വണ്ടി മോനെ ഗ്രൗണ്ടിൽ പോക്കോ. ഞാന് മേല് കഴുകാൻ പോവാണ് കേട്ടോ. നീ മേലെഴുകിട്ട് വരാം. മുഖമൊക്കെ നന്നായി കഴുകണം. എന്താ ചേട്ടാ പപ്പടിച്ചിരിക്കണിങ്ങനെ? ഞാൻ വേഗം മേലെഴുകിട്ട് വരാട്ടോ. എന്റെ മേലെഴുകല് കഴിഞ്ഞു. നിങ്ങളുടെ കളി കഴിഞ്ഞോ? വിൻഷേട്ടൻ ചെടികള് നനയ്ക്കാട്ടാ. കാണാം. എനിക്ക് കമ്മലിടാണ്ട്. വിൻഷേട്ടൻ ചെടികൾ നനയ്ക്കുകയാണ്. എന്ത് എന്ത് 100 പ്രാവശ്യം പിടിച്ചിട്ട് 1000 കിട്ടിയെന്നോ? 10 100 1000 ഒന്ന് ഉറപ്പിക്കേ. 10 വരെ പിടിച്ചാണ് അച്ഛ 100 ഇങ്ങനെ എണ്ണി 100 10 വരെ 100 ആയപ്പോ ആരും കിട്ടി. അല്ല എന്തുദ്ദേശിച്ച് ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാന് ബോള് പിടിച്ചിട്ട് എനിക്ക് 1000 കിട്ടി. 1000 രൂപ തന്നൂന്നാണോ? എവിടെ എന്നിട്ട് പൈസ എവിടെ? തരും. ഇതിനെന്ത് പറഞ്ഞ പറ്റിച്ചേ? 1000 എന്തെങ്കിലും മേടിച്ചാൽ മതി. അവനെന്തേലും വാങ്ങിച്ചു കൊടുത്താ മതിട്ടാ. ഞാനെന്തേലും വാങ്ങിച്ചു കൊടുത്തോട്ടാ. അവിടെ ഒരു പൊത്തുണ്ട്. അവിടെ പൊത്തുണ്ട്. ഇങ്ങോട്ട് ഒരു പൊത്ത് കാണാണ്ട് അവിടെ. ആ കിട്ടും. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ രസമുണ്ടല്ലേ ഇങ്ങനെ കാണുമ്പോ. ഓഹോ, ഇതൊക്കെ ഇനി ഇവിടെ ഫില്ല് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഒന്നും തുടങ്ങട്ടില്ല. നാളെ തുടങ്ങണം. ആരാ പറഞ്ഞു ഈ ചുള്ളപ്പനാന്ന്? സ്വയം ഓരോന്ന് പറഞ്ഞിങ്ങനെ നടക്കും തേജു. അമ്മക്ക് കമ്മലിടണോടെ മണ്ണെന്ന് വാ. നല്ല രസം. തേജു നമ്മുടെ വീഡിയോ എടുത്ത് തരുമോ? എന്റെ വീഡിയോഗ്രാഫറെ വിളിക്കട്ടെ. എന്റെ വീഡിയോഗ്രാഫർ ആംബുലൻസ് പോണ്ടോ? സാമി അയ്യപ്പോന്ന് വിളിച്ചോണ്ട് മാത്രമായില്ല. ആംബുലൻസിലുള്ളവരെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചോ? എന്തിനാ സാമി അയ്യപ്പോ പറഞ്ഞു?
മലക്ക് ഞാനത് അടിച്ചു ചേട്ടാ മലയ്ക്ക് പോകുമ്പോ തേങ്ങ ഉടക്കില്ല അതാ കാട്ടണ്, വേറെ ഒന്നല്ല. മണ്ണിലെറിഞ്ഞ ഉടകില്ല. അത് എന്നിട്ട് വീണ്ടും മണ്ണിലായ നനഞ്ഞ് ചളി പിളിയാവും. അതിനങ്ങോട്ട് കൊറേ സ്റ്റേജിന് പൈസ കൊടുത്തില്ല, അവന് 2 പൈസ കൊടുത്തോളൂ. എന്താ അതിലൊക്കെ ലോട്ടറി ടിക്കറ്റ് ഇതെങ്ങടാ പൈനെടുത്തിട്ട് അതില് ഒരു 1000 ഉറുപ്പ്യ മാത്രല്ല 100 100 അതിന് 100 100 ഒന്നും ഇല്ല അവിടെ ഇല്ല. മുത്തേ ഞാൻ ഇതല്ല എനിക്ക് വലുത് വേണം. ഇത് ചെറുതായി പോയി, ഭയങ്കര ചെറുതാ. ഞാൻ ആ കോർണറിൽ ഉദ്ദേശിക്കുന്നത്. ഏതാ 100 ഇതില്? ഇത് അപ്പൊ 20 നോ 20 ഈ അച്ഛനും ആരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അച്ഛാ എനിക്ക് അച്ഛന് പൈസ ഇല്ലല്ലോ. ഒരു ആകെ അച്ഛൻ്റെ 100 20 മാത്രമേ ഉള്ളൂ. 10 100 അല്ല 10 നോട്ടത് 10 20 ഉള്ളൂ. അച്ഛാ എനിക്ക് എന്തായാലും കളിപ്പാട്ട വെച്ചോ. അച്ഛനെ പറഞ്ഞ് കൊറേ നേരം പിടിച്ച അച്ഛൻ 100 തരും. ഡോളറാണ് ഈ റുപ്പീസ് ഡോളറാ. കുട്ടീനെ പറ്റിക്കുന്നു. എടാ ഡോളറാണ്. ഡോളർ 10. ഒരു ഡോളറിന് 88 റുപ്യേ. എത്ര റുപ്യ? ഇതാണ് 10. ആ 10 850 റുപ്യ. ഇത് 10 850 ഇടാ പോയി. ഇത് എത്ര ഉണ്ടോ ഡോളറിന്? എന്നെ വീണ്ടും വീണ്ടും പെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ പെറ്റിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും പെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. കേസിന്റെ കാലം ഒരു വണ്ടം കുതു പൊടകുതു പൊടകുതു. അടുത്ത ഡോളർ ഓ യൂറോപ്യൻ മണീസ്. ചില്ലറക്ക് യൂറോപ്യൻ മണീസ് ആണ്. സാധാ ചില്ലറുള്ളത് പെട്ടക്കണ സ്വർണത്തിന്റെ ആണ്. ആ ഇത് മറന്നതാ $20. $20 1600 റുപ്യ. ബാക്കി എപ്പോഴാ തരിക്ക്? ബാക്കി 1000 എപ്പോഴായിരിക്കും? ബാക്കി 1000 കാട്ട് വേങ്ങാട്ട്. ബാക്കി ഞാൻ 2000 റുപ്യ എന്നുണ്ട്. ബാക്കി 1000 കാട്ട്. ബാക്കി 1000. ചെറിയ 100 ഉണ്ട്. കൊറേ പൈസ ഉണ്ടല്ലോ. ഒറിജിനൽ പൈസ എനിക്ക് ശരിക്കുള്ള പൈസ ഉണ്ട്. 20 തേജുവിന്റെ നാളെ പൊന്നാ ഡാടാ 20 ഇതാ പിടിക്ക്. കൊടുക്ക്. ബാക്കി കൊടുത്തതിനെ ഒഴിവാക്കതിനെ കൊടുത്തിട്ട് കൊടുക്കാൻ കൊടുത്തിട്ട് ചില്ലറയും എല്ലാം പറക്കി കൊടുക്ക്. എത്ര എണ്ണി നോക്കി കൊടുക്കട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റിക്ക് നമ്മുടെ തേജുവിന്റെ ഫുൾ കുറുമ്പാണ് കേട്ടോ കാണിച്ചേക്കണത്. പാവം പോലെ ഇരിക്കുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സൽസ്വഭാവി തേജുവിനല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് കുറച്ച് തേജുവിന്റെ കുറുമ്പുകളാണ് കേട്ടോ. പിന്നെ കുട്ടികളായി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ ചെയ്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചാനൊക്കെ ഇടുന്നുറങ്ങാട്ടെ ചെയ്ത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇനി കാണാട്ടോ. എല്ലാവർക്കും ബൈ.